ഹലോ. എവിടെയായിരുന്നു ഇന്നലെ രാത്രി? ആശുപത്രിയില്. മുഴുവൻ സമയം അവിടെ തന്നെ ആയിരുന്നോ അതോ ഇടയ്ക്കൊന്ന് പുറത്തു വന്നായിരുന്നോ? കഞ്ഞി കുടിക്കാൻ പുറത്തിറങ്ങിയായിരുന്നു. എന്തേ? അല്ലാതെ ഇല്ല. ഇവിടെ വന്നില്ല? ഇവിടെ എന്തിന്? അപ്പൊ ഇവിടെ കണ്ട പെട്രോൾ പമ്പിൽ നിന്ന് സ്വയം നടന്നു വന്നായിരിക്കും അല്ലേ? ഓഹോ, ആ ക്യാനോ? ആ, അത് ഞാൻ തന്നെ കൊണ്ടുവച്ച. അത് പക്ഷെ രാത്രിയല്ല, വൈകുന്നേരം. ഓഹ്, എന്തിനാടാ നീ ഇങ്ങനെ നുണ പറയുന്നത്? നീ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. ആ കാറ് കത്തിച്ച് കളയുകയായിരുന്നു നിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി വാങ്ങിച്ച പെട്രോളാ അത്. പ്രിയെ കണ്ടപ്പോ അത് ഉപേക്ഷിച്ച് നീ ഓടി രക്ഷപ്പെട്ടു. അപ്പൊ അത് പ്രിയായിരുന്നല്ലേ? ഓ, അപ്പൊ നീ വന്നു? വന്നില്ല. ഞാന് വേറെ ചില കാര്യങ്ങൾ ഓർത്ത. പിന്നെ പെട്രോൾ ഞാൻ വാങ്ങിച്ച അതെന്തിനാന്നറിയാവോ? ഗൾഫിലെ യുദ്ധമല്ലേ, പെട്രോൾ ക്ഷാമം വന്നാലോ നമ്മളെല്ലാം മുൻകൂട്ടി കണ്ട് പെരുമാറണം, ഇല്ലെങ്കിലേ വഴിയാതാരായി പോകും. പൊന്നു മോനെ, നിന്റെ ഈ വെളച്ചിലൊക്കെ കൈ തന്നെ വെച്ചാ മതി കേട്ടോ. പണ്ട് എന്റെ ഡ്രസ്സുകൾ മുഴുവൻ കത്തിച്ചവനാ നീ. അതുപോലെ കാറെങ്ങാനും നീ കത്തിച്ച ഞാൻ ചെന്നാലും കിട്ടും പമ്പിന്ന് പെട്രോള്. നിന്റെ തല വഴി ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്ത. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ എന്റെ അമ്മയ്ക്ക് കാവലിരിക്കുമായിരുന്നു. പാവം എന്റെ അമ്മ. സങ്കടം കൊണ്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും പറ്റിയില്ല. അഭിനയിക്കാൻ നീ പണ്ടേ മിടുക്കനാ. നീ അമ്മയുടെ അടുത്ത് ആയിരുന്നില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. നീ എവിടെ പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ആ കാറ് തൊടരുത്. തൊട്ടാ നീ വിവരം അറിയും. ഞാൻ ആ കാറ് തൊടുവോ ദേവികെ? നമ്മുടെ കല്യാണം കഴിയുമ്പോ ആ കാറില നമ്മൾ ഹണിമൂണ് പോകാൻ പോകുന്നത്. ഹണിമൂണിന് നിന്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവല്ലോ. അത് കാണാൻ ഞാൻ വരുന്നതേ ആ കാറിലായിരിക്കും. എത്ര മനോഹരമായ, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. നടത്തി കാണിച്ചറാടാ. നിന്റെ അമ്മയൊന്ന് വന്നോട്ടെ. അമ്മേനി വരൂ? വരും. വന്നില്ലെങ്കിൽ വരുത്തും. അതിനുള്ള പണിയിലേക്കാ ഇനി ഞാൻ കടക്കാൻ പോകുന്നത്.